Hey guys, welcome back to Tips and Boys. ഇന്ന് നമ്മൾ ഒരു ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. 24 hours no sleeping challenge. ഹലോ ഗൈസ്, ഞാൻ രാവിലെ തന്നെ 7 മണിക്ക് എഴുന്നേറ്റ് ഗൈസ്. ഐ തിങ്ക് ഞാനാണ് ആദ്യം എഴുന്നേറ്റെന്ന് തോന്നുന്നു. നേരത്തെ എഴുന്നേറ്റുണ്ട്, മിക്കവാറും നേരത്തെ ഉറക്കം വരാൻ സാധ്യതയുണ്ട് ഗൈസ്. നമുക്ക് താഴെ പോവാം. ആദ്യം എന്നിട്ട് ബ്രഷ് ചെയ്യണം, ആനിയെ എഴുന്നേൽപ്പിക്കണം, ഫുഡ് കഴിക്കണം, നിറയെ പരിപാടികളുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ താഴെ എത്തിയപ്പോൾ ആനി കിടന്ന് ഉറങ്ങുന്നു. ആനിയെ നമുക്ക് എഴുന്നേൽപ്പിക്കാം, അതല്ലേ നമുക്കൊരു സുഖം ഗൈസ്. എല്ലാവരും നേരത്തെ എഴുന്നേൽപ്പിക്കും, നമുക്കൊരു സുഖം കിട്ടുമല്ലോ. മോളെ 7 മണിയായി, നീ ഇതുവരെ എഴുന്നേറ്റില്ല ആനി. ഇന്ന് വീഡിയോ എടുക്കണ ആരും അറിയാവോ? എനിക്ക് പനിയാ? ചെറിയ പനി തന്നെ. എഴുന്നേക്ക്. ഇന്ന് 24 hours വീഡിയോ ആണ്. നീ ഇപ്പൊ എഴുന്നേറ്റ ഇനി അടുത്ത ദിവസം 7 മണിക്ക് നിനക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഈ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഗൈസ് നമ്മൾ എവിടെയൊക്കെ പോകുന്നു അതെല്ലാം ഇത് വീഡിയോ എടുക്കുന്നതായിരിക്കും. എഴുന്നേറ്റ അവന് ഉറക്കമില്ല. നീ എഴുന്നേറ്റ അവന് ഉറക്കമില്ല. എനിക്ക് സത്യം പറഞ്ഞ ഒട്ടും വയ്യ. ശരിക്കും എനിക്ക് വയ്യ ഗൈസ്. എനിക്ക് പകർച്ചപ്പനി. പോടാ. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എണീച്ചിന് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് 24 hours നോ സ്ലീപ്പ് ചലഞ്ചാണ്. എന്ന് താഴെ എത്തിയാലും എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സാധനം കയ്യിൽ വരും. നോക്കിക്കോ, വിത്തിൻ 10 സെക്കൻഡിനകത്ത് വരും ഗൈസ്. 1 2 എവിടെ 3 4 5 6 7 8 ഗൈസ് എനിക്കിത് എന്ന് രാവിലെ അമ്മ പാട് തരും. ഗുഡ് മോർണിംഗ്. ആനി കിളി പറഞ്ഞാലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഉറക്കം കഴിഞ്ഞ് ഇനിയും പോയി പല്ലിക്കണം. പഠിക്കണം. ഫ്രഷൊക്കെ ആയി. എനിക്ക് പനിയായതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഗുളിക കഴിക്കണം. എന്തിനാ ഗുളികയെന്ന് എനിക്കറിയത്തില്ല. അമ്മ സമയമാകുമ്പോൾ ഓരോരോ ഗുളിക കൊണ്ട് തരും, നമ്മളത് കഴിക്കണം. ഇത് എനിക്ക് സിറപ്പ് ടൈപ്പില്ലേ, ആ സാധനം കുടിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ കഴിക്കാൻ ഗുളികള് മാത്രമല്ലേ. സിറപ്പ് വന്നാൽ ഞാൻ കുടിക്കത്തില്ല, ജന്മത്തിൽ കുടിക്കത്തില്ല. എനിക്കിഷ്ടമല്ല കഴിക്കും. സാധാരണ പനി വന്നാൽ ഞാൻ അടഞ്ഞു മൂടി ഇങ്ങനെ കിടക്കും. പക്ഷെ ഇപ്രാവശ്യം അടഞ്ഞു ഒതുങ്ങി കിടന്നാ എന്ത് പറ്റും? 24 hours വീഡിയോ ഉറങ്ങല്ലേ. പല്ല് വെച്ച് കഴിഞ്ഞ ഉടനെ ഫുഡ് വന്ന് നമ്മൾ കഴിക്കാൻ തുടങ്ങും. വീഡിയോ എടുക്കുന്നുണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കൊണ്ട് തരുന്നത്. അത് ശരി. ഞാൻ പറഞ്ഞത് എനിക്ക് സിറപ്പിനെക്കാട്ടിലും മരുന്ന് കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ഇവരിങ്ങനെ ചുമ്മാ മരുന്ന് കൊണ്ട് തരുമെന്ന് നമ്മൾ വിചാരിക്കില്ല. ആഹാരത്തിന് ശേഷം എനിക്ക് എക്സാം ഒക്കെ ഉള്ളതാണ്. സോ ഞാൻ നിന്റെ അടുത്ത് കഴിഞ്ഞ ഡിസംബറിലും എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു 10 ദിവസം ഞാൻ ഇവിടെ വീട്ടിലായിരുന്നു. അതുപോലെ എനിക്ക് ഈ ഡിസംബറിലും കളയാൻ വയ്യ. കണ്ടറൊക്കെ മതി, മരുന്ന് മതി. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ ഡേ തുടങ്ങാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോവാണ്. എന്ത് പഠിക്കാൻ? ഗൈസ് എന്റെ പഠിക്കുന്ന കാലത്ത് അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചില്ല. ഞാൻ യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുവായിരുന്നു. അടുത്തൊരു പണി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പബ്ജി കളിക്കാം ഗൈസ്. എന്റെ പബ്ജി ഐഡി ഞാൻ ഇവിടെ താഴെ എങ്ങനെ ഇടാവേ ഗൈസ്. പോപ്പുലാരിറ്റി കൂടുതൽ തരുന്നവരെ ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നതാണ് ഗൈസ്. ഇതാണ് എന്റെ അക്കൗണ്ട്. അതാ എല്ലാരും റിക്വസ്റ്റ് ഇട്ടോ. ഞാൻ വലിയ പ്ലെയർ ഒന്നും അല്ല. നിങ്ങൾക്ക് എന്നോട് കളിക്കാൻ മാത്രമുള്ള ഒരു ആഗ്രഹമുള്ളവർ റിക്വസ്റ്റ് ഇട്ടോ ഗൈസ്. KD ഒക്കെ കുറവാണ് ഗൈസ്. വേറെ 5.13 ഉള്ളൂ. കുറച്ചു നേരം ഗെയിം കളിക്കാൻ ഗൈസ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരും. വേറെ പണി ഒന്നുമില്ല. ആനിക്ക് വയ്യ. പനി വൈറലല്ലോ. ഏത് പനി? വൈറൽ. ഇന്നലെ ചേച്ചി ആശുപത്രിയിൽ പോയിട്ട് വന്നു. ബാക്ക് ടു ദ കണ്ടന്റ്. നമ്മൾ ഇന്ന് ദിവസം ഫുൾ ഉറങ്ങത്തില്ല ഗൈസ്. ഇന്ന് രാവിലെ തൊട്ട് നാളെ രാവിലെ വരെ കിടന്നുറങ്ങണ്ടെന്നേ ഉള്ളൂ, നിന്നുറങ്ങാം നമുക്ക്. ഗൈസ് ഉറങ്ങാത്തേക്ക് നമുക്ക് സിമ്പിൾ ആണ്. കണ്ണടച്ച് കിടന്നൂടാ.
എനിക്ക് വേണമെങ്കിൽ കണ്ണ് ചിമ്മ. ഉറങ്ങാതിരിക്കാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷേ 24 hours നോ ഫോൺ ചാലഞ്ച് ആണെങ്കിൽ എല്ലാരും മൂഞ്ചിയേനെ. നീയായിട്ട് കണ്ടന്റ് പറഞ്ഞു അത് സിമ്പിള്. അതോ പിന്നെ ഒരു ദിവസം ഇരിക്കും. നമ്മൾ ഓൾറെഡി ഇരുന്നല്ലോ. കാറിൽ ഇരുന്നപ്പോ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടല്ലേ ഇരുന്ന്. അന്ന് ഇരുന്ന് ഇനി ഒരു ദിവസം ഇരിക്കാൻ ടാസ്ക് ആണ്. നമ്മള് ചാലഞ്ച് തുടങ്ങിയതായിരുന്നു. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ചു, എല്ലാം സെറ്റ് ആയി. ഇനി കുറച്ചു ബോർ അടിക്കും, നമുക്ക് വാവയുടെ കളിപ്പാട്ട് എടുത്ത് കളിക്കാം. ഇവനില് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ട്. സർപ്രൈസ്! നമുക്ക് മുട്ടായി കഴിക്കാം. റഷൊക്കെ ഉണ്ട്. റോസ്റ്ററുണ്ട്. മൂന്നുണ്ട്. ഇതാ പിടിച്ചോ, അനിയച്ചി കിട്ടും. മൂന്നെണ്ണം നോർമല. അപ്പൊ ഒരെണ്ണം കൊടുത്ത ഇതെല്ലാം ആരാദ്യം തീർക്കും നോക്കിയാലോ. തോക്കാൻ വേണ്ടി ചുമ്മാ ഓരോ ചലഞ്ചായിട്ട് വരികയെ. റാഫല്ലോ ഗൈസ്, അങ്ങനെ നമ്മള് ഫോൺ നോക്കി ബോർ അടിച്ചോണ്ട് നമ്മള് സ്മിത്തിന്റെ കുറച്ച് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കാന്ന് വിചാരിച്ചു. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ? എല്ലാം റിമോട്ട് കൺട്രോൾ, എല്ലാം ടെക്നോളജി. ചെവറിൽ ഓടുന്ന വണ്ടിയുണ്ട്, വാച്ചിട്ട് കറക്കണ വണ്ടിയുണ്ട്, ഡൈവ് അടിക്കുന്ന വണ്ടിയുണ്ട്, ഡ്രിഫ്റ്റ് ചെയ്യണ വണ്ടിയുണ്ട്. ബോയ്സിന്റെ വികാരമാണ്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കും ബോയ്സിന് ഗിഫ്റ്റ് കൊടുക്കണ റിമോട്ട് കാർ കൊടുത്താൽ മതി. എല്ലാ ബോയ്സിനും ഇഷ്ടമാണ്. ഇഷ്ടപ്പെടും കേട്ടോ. വിഷമത്തിൽ പറയുന്നു. ഒരു കിണ്ണം കാച്ചി വണ്ടി കാണിച്ചു. ആ ചെവറിൽ കൊണ്ടുപോയി അതിന് മറ്റേ ചെവറിൽ കൊണ്ടുപോയി. വാവയാണ് ഓപ്പറേറ്റർ. വാവയ്ക്ക് എല്ലാം അറിയാവുള്ളൂ. നമുക്ക് കുറച്ച് ഫെറാറി ഓടിക്കാം. അതിന് വലിയ റിമോട്ട്. 3 പേരും 3 കാർ എടുത്തേ. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാങ്ങിച്ചതേ ഞാൻ കണ്ട. അതുകൊണ്ട് കൊച്ചിന് വണ്ടി കൊടുക്കുന്നില്ല. അവളെ ഓർഡർ ചെയ്ത വണ്ടിയിൽ റിവേഴ്സ് ഇല്ല കേട്ടോ. ആനിയെ പോലെ തന്നെ. ആനീനെ ആമസോൺ പറ്റിച്ച്. ഫ്രണ്ടിന് മാത്രമേ ബാക്കിൽ പോകത്തില്ല. പിള്ളേർക്ക് കാർ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ ഗൈസ്. അവളെ വാങ്ങിച്ച ഇതില് ബാക്ക് ഉണ്ട്, ബാക്ക് ഗിയർ ഉണ്ട്. പേടിക്കണ്ട. ജയിച്ചിട്ടാ മാറാ. ഇല്ല, നീ ഇതുവരെ ചെയ്യരുത്. വണ്ടി കൊള്ളാം ഗൈസ്. കിട്ടില്ല കാച്ച വണ്ടി. 4 വീൽ ഡ്രൈവ് ആണെന്ന് തോന്നുന്നു വണ്ടി. വേണ്ട, എക്സ്പ്രസ് മാറിയോ ഗൈസ്. ഇതില് മാത്രമല്ല, ഒരു വാച്ച് പോലത്തെ സാധനം ഉണ്ട്, അതിൽ ഓടിക്കാൻ പറ്റും. കാണിച്ചു കൊടുക്കും. പെണ്ണ് കാണല്ലോ. നമുക്ക് കുറച്ച് ബിരിയാണി കഴിക്കാം. പക്ഷെ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി അല്ല, കല്യാണ വീട്ടിൽ നിന്ന് എടുത്തിരുന്നത്. അമ്മ ഉണ്ടാക്കിയതല്ല. നാണം ഉണ്ടായിരുന്ന ഈ ലെവൽ എത്തുമായിരുന്നു. കല്യാണത്തിന്റെ ബെർണാടകയിൽ കവറിനെടുത്തു. എന്റെ മക്കൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവർക്ക് കൊടുത്തു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരണം. അപ്പം നമ്മൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പുറത്ത് പോകാം ഗൈസ്. പുറത്ത് പോയാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും ചെയ്യാന്നല്ല, അനുസരിച്ച് ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഞാനും കൂടെ പോകാന്ന് വിചാരിച്ചു.
ഇല്ല ചുമ്മാ തന്നെ ആവശ്യമുണ്ട് ആവശ്യം ഇമ്പോർട്ടന്റ് അത് ചെയ്തില്ലേ നീ ഇതുവരെ ഞങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ അപ്പൊ ആനി ഉറങ്ങാതെ നോക്കുന്നത് സ്മിത്തിന്റെ ഉത്തരവാദിത്തമാണ്. കഴിച്ചതിന്റെ ശേഷം നല്ല ഉറക്കം വരും. അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളും ചെയ്യുന്നതായിരിക്കും ആനീനെ. പക്ഷേ കോട്ടല്ല ഞാനും വാവി ഉറങ്ങാം. ഇവള് വാവേനെ മൈക്ക് കിടക്കും. വിളിച്ചു പറയാൻ ഫോൺ ഉണ്ടാ വിളിച്ചു പറയാൻ അമ്മാക്കി അമ്മ തന്നില്ലേ നീ എന്ത് ചെയ്യും? ഇന്ന് ഞങ്ങളുടെ ഒരു മൂത്ത വലിയപ്പയുടെ ബർത്ത്ഡേ ആണ്. അത് പ്രമാണിച്ച് നമ്മൾ നൈറ്റ് ഫുഡ് മേടിക്കാൻ വേണ്ടി ഇപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നത് ഗൈസ്. വീട്ടിൽ നിന്ന് ഭയങ്കര ബോറാണെന്ന് അറിയാമല്ലോ. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു നീല ഷർട്ടിട്ട് ഒരു ചെക്കൻ മാസ് ഇപ്പൊ നടന്നു വരുന്നത്. അവന്റെ മാസ് ഇപ്പൊ തീരും നോക്കിക്കോ. നീല ഷർട്ടിട്ട് കിടന്നു നമ്മളെ റിക്കി റിക്കി പേടിച്ച് നേരത്തെ ഒരു പട്ടീനെ ഇവിടെ പോകാറ. ഗൈസ് നമ്മള് കടയിലെത്തി ഓർഡർ ചെയ്തിട്ടുണ്ട് വലിയപ്പയുടെ ബർത്ത്ഡേക്ക് ഉള്ളത്. അപ്പൊ രാത്രിയുള്ള ട്രീറ്റ് അങ്ങനെയായി. ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയല്ലേ. ഈവനിങ് വാച്ച് നോക്ക്. നട്ടുച്ച 2:30 ആയപ്പോ കട്ടൻ കുടിക്കാൻ വന്നു. പിന്നെ ഇങ്ങനെ ഫുള്ള് ബൂസ്റ്റ് ആണല്ലോ എപ്പോഴും. എനർജി. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. നമ്മൾ പാലത്തിന് മുകളിലാണ് നിൽക്കുന്നത്. നല്ല സ്വാദുണ്ട്. ഉയരം കൂടുന്തോറും ഉയരം കൂടുന്തോറും ബൂസ്റ്റിന്റെ സ്വാദ് കൂടും. നമ്മൾ പാലത്തിന് മുകളിലല്ലേ നിൽക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ആനിയെ കാണാനില്ല. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അവള് ഉറങ്ങുന്നത് നന്നാക്കാനാണ് നമ്മൾ വന്നത്. പക്ഷെ അവൾ ഉറക്കമല്ല, വീട്ടിലില്ല. നമുക്ക് വിളിച്ചു നോക്കാം ഈ ആനിയെ. നെറ്റില്ലേ? നെറ്റൊക്കെ ഉണ്ട് വെച്ചു. എവിടെ പോകുന്നു ആനി? സ്ഥലത്ത് പോയി. ചോദിച്ചൊരു സ്ഥലത്ത് പോയി. ഹോസ്പിറ്റലിൽ പോയി ആനി. നീ ഓട്ടോയിലായിരിക്കും. ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? നീ ഏത് വണ്ടി പോന്നു? ആനി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി. എപ്പ എത്തും? ഇപ്പൊ എത്തും. വന്നിട്ട് നമുക്ക് ചലഞ്ച് ഷൂട്ട് ചെയ്യണം കേസ്. ചെറിയ ഉറക്കം മൂടൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരും. ജിമ്മിൽ പോയിട്ടൊന്നോ അതിനേക്കാൾ പെട്ടെന്ന് ഉറക്കം വരും. ഇതുവരെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്നലത്തെ ജിമ്മിന്റെ അവിടെ ഒക്കെ വേദനിക്കണം. പക്ഷെ ഒന്ന് ചെറിയ ഉറക്കം വരുന്നുണ്ട് എനിക്ക്. ലൈറ്റ് ആയിട്ട് എവിടെയൊക്കെ എവിടെയൊക്കെ ഉറക്കം വരിക. അവിടെ ബോഡി അവിടെ വീക്കായ അവിടെ ചരിഞ്ഞിങ്ങനെ പോവാം. ഇവിടെ വീക്കായ ഇവിടെ ഇങ്ങനെ പോവാം. പിന്നെ എവിടെയൊക്കെ വരേണ്ടതാണല്ലോ അല്ലേ? ഗൈസ് നിങ്ങൾക്കൊരു മാന്ത്രിക ബോൾ കാണിച്ചിട്ടെ. അപ്പൊ ഗൈസ് നമ്മള് പതിവ് പോലെ വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചലഞ്ച് ഷൂട്ട് ചെയ്യാം. നമ്മള് നനച്ച കാര്യം കണ്ടിട്ട് എനർജി ഒരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അത് ഇടക്കിടക്ക് ഒരു ക്ഷീണം, ഒരു ബോഡി പെയിൻ, ചുരുണ്ട് കിടക്കാൻ തോന്നുന്നു. അങ്ങനെ ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, വിങ്ങും നെഞ്ചൊടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാ ആരുമില്ല, ഞാൻ ഈ പൂമരത്തിൽ. കഴിഞ്ഞില്ലടോ കുഞ്ഞുമുത്തേ. റിഹേഴ്സൽ കഴിഞ്ഞ് ഇനി നമുക്ക് ടേക്ക് എടുക്കാം. വാ വാ. ഇതാ ഏറെ അടി. വിജയ് 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 പുഷ്പ കാണിക്കുന്നത്. പുഷ്പ അവൻ ഇത് കാണിക്കുന്നതാ. ഗൈസ് അവിടെ വെച്ചൊരു ചലഞ്ച് ഷൂട്ട് ചെയ്ത് ഇപ്പൊ ആനി പുതിയൊരു ചലഞ്ച് കൊണ്ടുവന്നാ നമുക്ക്. ഞാൻ ഇത് റീൽസിൽ കണ്ടതാണ്. റീൽസിൽ കണ്ടപ്പോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇപ്പൊ കൈ ഇങ്ങനെ വെച്ചാ ഫുള്ളായിട്ട് എടുക്കണം. ഇങ്ങനെ കൈ വെച്ചാ ഈ കീ ഇവിടെ വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൈ തിരിക്കണം. അപ്പൊ ഈ താഴെ വീഴുന്നുണ്ടോന്ന് നോക്കണം.
1 2 3 സെറ്റ് കൈ തിരി സ്പീഡിൽ തിരി ആരുടെ ചലഞ്ച് ഫ്ലോപ്പായി. തിരിയടാ തിരിക്കാൻ വേണ്ടി ആദ്യമേ സൈഡാക്കി ഓക്കെ. ഞാൻ കണ്ട സാധനത്തിന് ബോയ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ബോയ്സിന് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഇസ് നോട്ട് എവരിതിങ്. ശക്തിയുള്ള ആൾക്കാരാണ്, അവർക്ക് ഇത് താഴെ എന്തായാലും വീഴണം. അങ്ങനെ ഇവള് മറ്റേ മസിൽ ബിൽഡേഴ്സിനെ കണ്ടിട്ടായിരിക്കും ഇത് വന്ന് ചെയ്യുന്നത്. അമ്മരാ ചെയ്തത് ഇങ്ങനെ. ആര്യയുടെ തലം സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇത് വീഡിയോ കണ്ട ജസ്റ്റ് ട്രൈ ചെയ്തു. 24 hours നോ സ്ലീപ്പിംഗ് ചലഞ്ച് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത് ഡേ ഇൻ മൈ ലൈഫ് പോലെ പോകുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്കുള്ള ഉറക്കം കട്ടായി. ഉച്ചയ്ക്ക് ഉറങ്ങി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി കോളേജിൽ പോകാത്ത ദിവസം ഉറങ്ങിയില്ല. ഉറങ്ങാതെ എന്ത് ചെയ്യും? എന്തോ മറക്കുന്നുണ്ട് എന്തോ ചാച്ച മുടി. ഓക്കെ, പക്ഷെ എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തില്ലേ? ഉറങ്ങിയാ നീ തോറ്റ്. ഇനി എന്റെ അടുത്ത കളികളായിരിക്കും. ഞാൻ ഓൾറെഡി തോറ്റ്. അപ്പൊ പിന്നെ കളിക്കാൻ വന്നേ. ഇവരല്ലെങ്കിൽ ഉറങ്ങാറില്ല. ഇവര് രാത്രി ഫുള്ളും ഞങ്ങള് രാത്രി ഫുള്ള് മീൻ പിടിക്കാൻ പോകും. പകല് ഞാൻ എനിക്ക് വേറെ വർക്ക് ചെയ്യാണ്ട് ഞാൻ പോയിട്ട് വരാം. നീ മറ്റേ ഒരു വർക്കില്ല, ഞാൻ ചുമ്മാ പറഞ്ഞത് പാടാ. അങ്ങനെ ഞാൻ ജിമ്മിൽ വന്ന്, ഞാൻ പോകുന്ന ജിം ഇതാണ്. അബിന് അവന്റെ ജിമ്മിൽ അവന്റെ ഫ്രണ്ട്സ് ആയിട്ട് പോയി, ഞാൻ എന്റെ ജിമ്മിൽ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന്. സോ ഐ മീൻ എന്റെ ജിം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന ജിം ഇതാണ്. 6:30 ജിമ്മിൽ പോകാൻ ടൈം ആയി. ജിമ്മിൽ പോകേണ്ടി എല്ലാം സെറ്റ് ചെയ്യണം. വാട്ട്സ് ഇൻ യുവർ ബാഗ്? അഴുക്ക സോക്സ് നോക്കട്ടെ. എന്റെ ഷോ ഒറിജിനലാ? പിന്നെ ഒറിജിനൽ അല്ലാതെ ഡിസൈൻ വാങ്ങിച്ചത്. ടവൽ, കയ്യിലിടുന്ന റിബ്, ഗ്ലൗ, ഇതെല്ലാം ഇട്ടിട്ട് പോ. വാട്ടർ ബോട്ടിൽ, ഇതെല്ലാം ഞാൻ കുടിക്കുക അവിടെ പോയിട്ട്. പിന്നെ ഇല്ല ഇത് ഇത്ര പോലും വെള്ളം ഞാൻ കുടിച്ചു കാണത്തില്ല. നിറയെ വെള്ളം കുടിക്കണം ഗൈസ്. നമ്മുടെ ബോഡിക്ക് വാട്ടർ ആവശ്യമാണ്. ബൈ ഗൈസ്. ബൈ. വണ്ടിയുടെ കീ നീ പോയി അടുക്കള. ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു SN ഫിറ്റ്നസ് സെന്റർ പഴയ വെച്ചിട്ടാണ്. അങ്ങനെ എന്റെ വർക്കൗട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആണോ അതൊന്നും കാണിക്കത്തില്ല. ബാക്കി ഇതാണ് എന്റെ ട്രെയിനർ ഷിബു അണ്ണൻ. ഹായ് പറ. ഹലോ. ജിമ്മിലെല്ലാം പോയിട്ട് നൈറ്റ് ഫുഡ് രാവിലെ അല്ല ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തില്ലേ, ആ ഫുഡ് എടുക്കാൻ 7 മണിക്ക് വരുന്ന ഫുഡ് നമ്മൾ 9 മണിക്ക്. അങ്ങനെ ഗൈസ് നമ്മള് ഫുഡെല്ലാം മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവ ഒരു 10 പ്രാവശ്യം എന്നെ ഇന്ന് വിളിച്ചാണ്. എന്തിനാ വിളിച്ച്? എല്ലാരും വിശന്നിരിക്കുകയാണോ? കഴിക്കാമോ? അപ്പൊ നല്ലൊരു മന്തി കഴിക്കാൻ വേണ്ടിട്ട് എടുത്തിരിക്കുന്നത്. ഊക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ് ഗൈസ്. അറിയാതെ ഇവരടുത്ത് പറഞ്ഞു ഞങ്ങള് വീഡിയോ എടുക്കുന്നു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ഊക്കാൻ നിൽക്കുന്നു. അതല്ലടാ, ഈ മന്തിക്ക് മന്തി എന്ത് അങ്ങനെ എന്ത് പറഞ്ഞു? ഞാൻ മന്തി വാരി വെച്ചോണ്ട് അറിയാതെ അങ്ങനെ തെറ്റിപ്പോയി. ക്ഷമിക്കും, കൊച്ചുമോളല്ലേ, ക്ഷമിക്കും. 19 വയസ്സായ കൊച്ചുമോള് വിളിക്കുന്നത് അവള്. അപ്പൊ കുടുംബത്തിലെ കൊച്ചുമോള് തന്നെ. കുടുംബത്തിലെ കൊച്ചുമോള്. ഇന്ന് നമ്മൾ എന്തിനാണ് കുഴിമന്തി ഇപ്പൊ കഴിക്കുന്നതെന്ന് അറിയോ? ഇന്നൊരു സ്പെഷ്യൽ ആളുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു. നമ്മൾ നേരത്തെ പറയാം, നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത വലിയപ്പയുടെ ബർത്ത്ഡേ വിക്കറ്റ് ചെയ്ത ഒരാളുണ്ട് ഇവിടെ. ജന്മദിന ആശംസകൾ. ജന്മദിന ആശംസകൾ. എനിക്ക് ചോന്നായി ഉറങ്ങാത്തോണ്ട്. നീ ഔട്ട് തന്നെ.
ആര് പോവും സെക്കൻഡ് അബിൻ വിന്നർ എപ്പോഴും അനന്തകുട്ടൻ ഞങ്ങള് വീട്ടിലിരുന്നാ ഉറങ്ങും. അവിടെ ഞങ്ങള് പുറത്തു പോകണം. സിറ്റി പുറത്ത് പോണെങ്കിൽ നമ്മൾ എല്ലാരും കൂടെ പോകും. ഞങ്ങളുടെ ഫാമിലി നല്ല മോഡേൺ ഫാമിലിയാണ്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും പുറത്തു. ഇവിടെ 3 ദിവസം ഉറങ്ങാതിരിക്കും. പക്ഷെ ഇന്ന് പറ്റത്തില്ല. നിങ്ങള് നാളെ എണീക്കുമ്പോ ഗിഫ്റ്റ് അല്ലേ കൊടുക്കും? എനിക്കൊരു ഗിഫ്റ്റ്, എനിക്ക് 1000 ക്ലാസ് ഗിഫ്റ്റ് കൊടുക്കണം. മോഡേൺ ഫാമിലിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഫ്രീഡം തരുന്ന ഫാമിലിയാണ്. ഞങ്ങളുടെ ഫാമിലി മോഡൽ ഫാമിലി. ഞങ്ങളുടെ ഫാമിലി മോഡേൺ ഫാമിലി. ഉറക്കം വരണത്. ഉറക്കം വരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് പുറത്തു പോകാൻ റെഡി ആയിട്ട്. ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഇരിക്കണത്, എന്നിട്ട് ഉറക്കം വരണമെന്ന് പറയുന്നു. ഞാൻ ഉറങ്ങില്ല. കള്ളം പറഞ്ഞ എന്റെ കണ്ണ് നമ്മൾ മോഡേൺ ഫാമിലി, നമുക്ക് എല്ലാവർക്കും പുറത്തു പോകാം. പുറത്ത് പോയിട്ട് KFC വാങ്ങിച്ചോളൂ. ശരി വാ, നമുക്ക് എല്ലാവരും പുറത്ത്. ഇവിടെ ഭയങ്കര ചൂട്, പുറത്ത് വരിക. ബിപി ഗുളിക കഴിച്ചല്ലേ ഉള്ളു, കിടക്ക് പോയി. നമ്മളെ വണ്ടിക്ക് എല്ലാരും കയറിയത് നമ്മളെ വണ്ടി പഞ്ചറാവും. ഇവർക്ക് മാത്രം തന്നെ കന്യാകുമാരിയൊക്കെ പോകാൻ രാത്രി നമുക്ക് പോകാം. നിങ്ങളെല്ലാം റെഡി ആയിരിക്കും. ഞങ്ങൾ വിളിക്കുമ്പോ പുറത്ത് വന്നാ ചേട്ടാ. ഇങ്ങനെ ആയിരിക്കണം ഫാമിലി ആയ 11 മണിക്ക് ഫാമിലി. 11 മണിക്ക് നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങളുടെ ഒരു മോഡേൺ ഫാമിലിയാണ്, ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇറങ്ങാം. ഗൈസ്, ഒരു ആവേശത്തില് പുറത്തിറങ്ങി. എവിടെ പോണോന്ന് അറിയത്തില്ല. സമയം ഇപ്പൊ വെച്ച് നോക്കുമ്പോ 11 ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിരിക്കുവാണെങ്കിൽ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് സത്യം പറഞ്ഞാൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ആ സർപ്രൈസ് ഒരു വലിയ കാരണമാണ്. നമ്മളിപ്പോ ഇങ്ങോട്ട് പോണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞൂടാ. അവിടെ കഴക്കൂട്ടത്ത് ഫുഡ് ലൈഫ് ഉണ്ട്, നൈറ്റ് ലൈഫ് ഇല്ല. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി, വലിയ വിശപ്പില്ലാത്തോണ്ട് ഒന്നും കഴിക്കാന്ന് കയറില്ല. പക്ഷെ പറഞ്ഞ ചായ കുടിച്ചിട്ട് 12 മണിക്ക് ഇവിടെ സിനിമ ഉണ്ട് ഗൈസ്. ഇവിടെ ഈ തിയേറ്ററിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏ സിനിമ? സൂക്ഷ്മദർശിനി. ഞാനും കണ്ടില്ല, അഭിനും കണ്ടില്ല, അന്തസ കണ്ടു. പിന്നെ ഒറ്റ മൈൻഡ് ആനിക്ക് മാസ്ക് ഇട്ടുകൊടുത്ത് കൊണ്ടുവന്നു. വയ്യല്ലേ മോൾക്ക്? അമ്മ പറഞ്ഞോണ്ടാണ് ഈ മാസ്ക്, അല്ലെങ്കിൽ ഞാൻ മാസ്ക് വെക്കത്തില്ല. പക്ഷേ ഞങ്ങൾ അനിയത്തിനെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യും. കാരണം ആരും ഞങ്ങൾ അനിയത്തിനെ നോക്കരുത്. ഞങ്ങൾ കാറിന്റെ ആരും ഞങ്ങൾ അനിയത്തിന് നോക്കരുതെന്ന്. ആരും നോക്കി തോന്നണം. ഞങ്ങൾ മോഡേൺ ഫാമിലിയാണ്. ഞങ്ങളുടെ ഫാമിലി ഒരു മോഡേൺ ഫാമിലിയാണ്. സോ ഞങ്ങൾ എല്ലാത്തിനും ഇത് കൊടുക്കാം. പടത്തിന് പോയാൽ 2.5 മണിക്കൂർ നമുക്ക് പെട്ടെന്ന് പോകും. അതുകൊണ്ട് നമുക്ക് പടത്തിന് പോകാം. ഒറ്റ മൈൻഡ് ഉറക്കവും വരത്തില്ല. 2.5 മണിക്കൂർ ഇങ്ങനെ പടേന്ന് പോകും. 3 മണിക്ക് പടം കഴിയും. 3:30 സർപ്രൈസ്. ഗൈസ്, ഇവിടെ നമ്മള് സൂക്ഷ്മദർശിനിക്ക് വന്നപ്പോ സർക്കാർ മൂവി ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമുണ്ട്. 1:12 ഗൈസ്. ഇന്റർവെൽ എത്തിയപ്പോ നല്ല ഉറക്കം വരണം. എന്താ ഉറക്കാറുന്ന? എനിക്ക് ഉറക്കാറില്ല, കാരണം നമ്മള് ചായ കുടിക്കുന്ന. എനിക്ക് നല്ല ഉറക്കം വരും. എന്റെ കണ്ണ് റെഡ് ആയിരിക്കുന്നത്. പക്ഷെ 7 മണി വരെ ഇരിക്കണ്ടേ? 3 മണി കഴിഞ്ഞാൽ കുഴപ്പമില്ല. സർപ്രൈസ് ഈസ് കമ്മിങ്. നമ്മള് പടം കഴിഞ്ഞ് 2:43. കണ്ണെന്നൊക്കെ രക്തം വരണം ഗൈസ്. ഉറക്കമില്ലാത്ത ഉറക്കം വരണ്. പക്ഷെ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സർപ്രൈസിലൂടെ നമ്മൾ കടക്കും. ആ സിനിമ ഇറങ്ങിയിട്ട് കുറെ ദിവസമായി, പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഒരു ദിവസമല്ലേ, ഇന്നേക്ക് 1 മാസം. നീ കാണാത്തോണ്ട് ഞാൻ കണ്ടില്ല. ആനി കാണാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് എക്സാം ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടിട്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉറങ്ങുമായിരുന്നു. ഞാൻ ഒരു തട്ട് കൊടുത്ത് തിരിച്ചായിരുന്നു. ഇവിടെ പെട്ടെന്ന് ഒരാൾ കൈ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ച് പേടിച്ചിട്ട്. അതില്ലേ ആ അമ്മച്ചി നമ്മളിങ്ങനെ നോക്കിയപ്പോ അമ്മച്ചി ജനലിൽ നിന്ന് നോക്കിയത് ഞാൻ ആനി ഉറക്കത്തിൽ സ്വപ്നം കണ്ട് എഴുന്നേറ്റത്. ഇല്ല, ഞാൻ ശരിക്കും പേടിച്ചത്. ഗൈസ്, ഞങ്ങൾ മാനത്തുനിന്ന് വൈപിടിക്കാൻ കണ്ട 10 മിനിറ്റിൽ തിരികെ ഹൊറർ സ്പോട്ടിൽ പോകും. അവിടെയാണ് നമ്മൾ ആ ഒരു സർപ്രൈസിന് അടുത്തോട്ട് വന്നോണ്ടിരിക്കണം. പക്ഷെ 3:48 ആയുള്ളൂ. പക്ഷെ 4:30 ഗൈസ് ആ ഒരു സർപ്രൈസ്. ഗൈസ്, ആനി ഉറക്കമില്ലാത്തോണ്ട് ദബബ അടിക്കുന്നുണ്ട്. ശരിക്കും ബോധമില്ലാത്തോണ്ടാണ് ബോധമില്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഓരോരോ റീൽസ് കണ്ട് വന്നോളും.
ഇതെന്തൊരു ഗൈസ്, നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു നിമിഷത്തിലോട്ട് കടന്നിരിക്കുന്നു. നല്ല രീതിയിൽ ഉറക്കാൻ വരുന്നുണ്ട് കേട്ടാ. പറ്റുന്നില്ല, ജിമ്മിൽ പോകണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഉറക്കം വരില്ല. പക്ഷെ ഉറക്കം വരണ പോലെ അഭിനയിക്കാൻ അറിയുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആംബിയൻസ് വെച്ച് ഞങ്ങൾ എവിടെ നിൽക്കുന്നത് മനസ്സിലായി കാണും. ആര് വരുമെന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. നമ്പർ 1 ക്ലൂ ജിത്തു. നമ്പർ 2 അനന്തസ് ഗേൾഫ്രണ്ട്. നമ്പർ 3 അബിൻസ് ഗേൾഫ്രണ്ട്. സമാധാന. നമ്പർ 4 ഡാനിച്ച. നമ്പർ 5 ആനീസ് ബോയ് ഫ്രണ്ട് ഇല്ല. ഓ ഉടനെ ചിരിച്ചോണ്ടിരിക്കവിടെ. ഞാനിങ്ങനെ വിചാരിച്ചു പറയണം. ഡാനിച്ച ഈ സമയത്ത് എന്തിന് വന്നതാണ്? എന്തിനായിരിക്കും ഇപ്പൊ പെട്ടെന്ന് വന്നത്? ഒരു വലിയ സംഭവം ഇവർക്ക്. ഒരു സംഭവം വരുന്നുണ്ട്, നോക്കിയിരുന്നു. ഉറക്കം വരുന്നു. ഉറങ്ങട്ടാ. 45 മിനിറ്റ് തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ എഴുന്നേറ്റ് രാവിലെ. സത്യം പറഞ്ഞാൽ ഞാൻ 5 മണിക്ക് ഇന്നലെ രാവിലെ എഴുന്നേറ്റായിരുന്നു. നിങ്ങൾ ആരും എങ്ങനെയാ വീട്ടിലെത്തി? ഭയങ്കര റെഡ് കണ്ണ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പൊ എന്റെ ചാലഞ്ച് കംപ്ലീറ്റ്. ഉറങ്ങാതെ ഇരിക്കരുത്. ഉറക്കമാണ് പ്രധാനം. എത്രത്തോളം ഉറങ്ങുന്നു അത്രത്തോളം ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. ഉറക്കം വരുന്നത് എനിക്ക് സത്യമായിട്ട് ഉറക്കം വരുന്നില്ല. ഇനി വേണമെങ്കിൽ 2 ദിവസം കൂടെ ഇരിക്കാം. അപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് ആയുസ് കൂട്ടിയിട്ട് വരാം. ഇനി വേണമെങ്കിൽ 2 ദിവസം കൂടെ ഇരിക്കാം. 7 മണിയാവും. ഒരു 5 ചായ 5 ചായ കുടിച്ചായി. ഞാൻ ഔട്ടാവുകയാണ്. ഇനി എന്റെ കണ്ണ് തുറന്നിരിക്കാൻ പറ്റത്തില്ല. കണ്ണൊക്കെ പഴുത്ത് എനിക്ക്. 7 മണി ആയിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഷൂസ് ഒന്നും ഊരാൻ വയ്യ. ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. ഞാൻ ഉറങ്ങുന്നില്ല.